ഹായ് ഹലോ, നല്ലൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആർ കെ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെ ഇതാ നമ്മൾ ഗൃഹസ്ഥൻ വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് ഇറങ്ങാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ, പക്ഷേ ഇവിടെ ഡോൾഫിന് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട് കോക്കയിലും കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെറ്റ് ഷോപ്പിലേക്കാണ് പോയത്. അവിടെ കൂട്ടി പപ്പീസിനെ കണ്ടു. ഇവർക്ക് പപ്പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പക്ഷേ ഞങ്ങൾക്ക് വളർത്തേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പപ്പീസിനെ വേണ്ടാന്ന് വെച്ചു. അപ്പം പിന്നെ ഞങ്ങൾ ആർ കെ ബീച്ചിലെത്തി. ഞങ്ങൾ കുറച്ച് സമയം കടല വാങ്ങി കുറച്ചിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ടീംസ് എത്തിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ കടലയ്ക്ക് വാങ്ങി ഇങ്ങനെ കുറച്ചിരിക്കുന്ന സമയം കൊണ്ട് അവരെത്തി. അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റ് ബസാറിലേക്ക് പോയി. അവിടെ കുറച്ച് വില കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. മന്തിൽ ലാസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ വലിയ കാശൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അങ്ങനെ കിങ്ങിണി ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുള്ള രീതിയിൽ അവിടെയുള്ള കട മൊത്തം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനും അവിടെ മോശമൊന്നുമല്ല, ഞാനും അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. സാലറി വന്നിട്ട് വേണം ഒന്ന് നല്ലൊരു നായാട്ടിനെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഡാനിമാമ വന്നിട്ടുണ്ടായിരുന്നു. ഡാനിമാമ വന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയേയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 11 മണിയായിട്ടോ ഞങ്ങൾ ആർ കെ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്ന കുറച്ച് ടൈമൊക്കെ അങ്ങ് പോയി. ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കണമായിരുന്നു. സൺഡേ നമ്മൾ എപ്പോഴും ഫുഡ് പുറത്തുനിന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. ദോശ പോയിന്റിലേക്ക് ഫസ്റ്റ് തന്നെ പോയിട്ടോ. ദോശ പോയിന്റിൽ ചിക്കൻ റോള്, ചിക്കൻ ദോശ ഭയങ്കര ടേസ്റ്റാണ്. ഏട്ടന് ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ നമ്മൾ പോയ ടൈം 11 മണിയൊക്കെ ആയതുകൊണ്ട് ചിക്കൻ ദോശ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏട്ടന് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ അവിടെ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയി. ഷവർമയ്ക്ക് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ ഇവിടെ സാറ്റർഡേ വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ. വെജ് ദോശയും വെച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് അവളുടേത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത്, എനിക്ക് എഗ് റോള് കഴിക്കണം എന്ന് തോന്നി, പിന്നെ സൂപ്പൊക്കെ കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് ആ പോയിന്റിലേക്ക് പോയി ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തു. ആ സമയത്താണ് എനിക്ക് ലസ്സി കഴിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ ലസ്സി ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ലസ്സി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ 2-3 ഗ്ലാസ് ഞാൻ ലസ്സി കുടിച്ചിട്ടുണ്ടായിരുന്നു. വയറ് നിറഞ്ഞു. പിന്നെ ആ അമ്മമ്മ നല്ല ഒരു അമ്മമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലസ്സിയൊക്കെ കുടിച്ച് അപ്പം തന്നെ എൻ്റെ വയറ് ഫില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഷവർമയൊക്കെ കഴിച്ച് കുട്ടപ്പിയാൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷവർമ നല്ല അങ്ങോട്ട് തട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുടിപ്പിരിയലിൻ്റെ സമയമാണ് കേട്ടോ. കുടിപ്പിരിയൽ ഇവളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കിങ്ങിണിക്ക് അവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പിരിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. ബിഗ് ബോസ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ബിഗ് ബോസും കണ്ട് ഞങ്ങൾ നേരെ സുഖമായി കിടന്നുറങ്ങി.